ഈ ജന്തർ മന്തർ സമരം വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചുറ്റിനുമാണ് നമ്മുടെ ചർച്ച. ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ അസാധാരണമായിട്ടുള്ള ഒന്നാണ് എന്നതിനെപ്പറ്റി ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ യുവാക്കളുടെയും മാത്രം ഒരു നൈസർഗികമായിട്ട് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയുമായിട്ടുള്ള മറ്റ് താല്പര്യങ്ങളോ മറ്റ് ബന്ധങ്ങളോ കെട്ടുപാടുകളോ ഒന്നുമില്ലാതെ ഒരു സ്വയംഭൂവായിട്ട് നൈസർഗികമായി ഒരു പ്രസ്ഥാനം പോലെ ഉണർന്നു വരുന്നത് വാസ്തവത്തിൽ വളരെ ആവേശകരമായ കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയിൽ ഭയവും സംശയവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, ഞാൻ ഇന്നലെ ഒരു ഗസയെക്കുറിച്ചുള്ള ഒരു സെമിനാറിന് കേരള യൂണിവേഴ്സിറ്റിയിലൊരു ചർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ പുസ്തക പ്രകാശനത്തിന് പോയപ്പോഴാണ് അവർ പറയുന്നത്, ഈ ഗസയെ പറ്റിയുള്ള ഇതാണ് അല്ലെങ്കിൽ ഗസയിൽ നടന്ന കാര്യമാണ് എന്നുള്ളത് പോലും നോട്ടീസിൽ പോലും വെക്കാൻ വലിയ തടസ്സങ്ങൾ നേരിട്ടു. കേരളം പോലൊരു സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ന് അത് സർവകലാശാല ക്യാമ്പസിൽ അത് നടത്താൻ പ്രത്യേക തടസ്സങ്ങൾ സർവകലാശാല അധികൃതർ പോലും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, ഡൽഹിയിലൊക്കെ നമ്മൾ സർവകലാശാല ക്യാമ്പസുകൾ നടക്കുന്ന ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ പോലും ഇപ്പോൾ ഇത് എളുപ്പമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയവും മതനിരപേക്ഷതയും മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ നെടുനായകത്വം ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പോലും നാം അറിയാതെ മറ്റൊരു ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സമരം ഡൽഹി പോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂക്കിന് താഴെ ഇത് നടത്തി എന്ന് പറയുന്നത് ഭയപ്പാടുകളുടെ മേഘങ്ങളെ മുഴുവൻ ഒരു വലിയ കാറ്റ് വന്ന് അടിച്ചു മാറ്റിയതുപോലെ തൽക്കാലത്തേക്കാകാം. വെങ്കിടി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരുപക്ഷെ തൽക്കാലത്തേക്കാകാം, എന്നാലും അതൊരു വലിയ ഒരു ഷിഫ്റ്റാണ് എന്നുള്ളതിനെ പറ്റി സംശയമില്ല. പക്ഷെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും ഈ യുവ ചേതന എന്ന് പറയുന്നത് ഈ തടസ്സങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും അല്ലെങ്കിൽ സങ്കുചിതത്വങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് വളർന്ന് സ്വയം പൂത്തുലയുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലത്ത് വേർഡ്സ്വർത്ത് എഴുതിയ പോലെ അന്നൊരു ആ പുലരിയിൽ ജീവിച്ചിരുന്നത് തന്നെ ഒരു ആനന്ദമൂർച്ചയാണ്. അതിൽ ചെറുപ്പമായിരുന്നത് ശുദ്ധ സ്വർഗം. ബ്ലിസ് വാസ് ഇറ്റ് ടു ബി അലൈവ് ഇൻ ദാറ്റ് ഡോട്ട് ആൻഡ് ടു ബി യങ് വാസ് പ്യുവർ ഹെവൻ. 18ാം നൂറ്റാണ്ടിൽ എഴുതിയ. അപ്പോൾ ആ യുവത്വത്തിൻ്റെ പരിവർത്തനേച്ഛയുടെ യുവാക്കളുടേതായ ഒരു റാഡിക്കൽ അതിൻ്റെയൊക്കെ പിന്നീട് എല്ലാ കാലത്തും അതിൻ്റെ ഒരു എന്താ പറയുക, ദേശീയ ഗാഥയായിട്ട് ഈ കവിത രണ്ടുപേരും മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഈ സമീപകാലത്താണ്, ഈ 60കൾക്ക് ശേഷമെങ്കിലും നമ്മുടെ കാലഘട്ടം എല്ലാ ദശാബ്ദങ്ങളിലും ഇതുപോലെയുള്ള വലിയ യുവജന മുന്നേറ്റങ്ങളുണ്ടായി ലോകത്താകെ. ഇന്ത്യയിലില്ല, ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് പ്രത്യേകിച്ച് 60കളിൽ നമ്മൾ പാരീസ് 68ലെ പാരീസ് വിപ്ലവം അല്ലെങ്കിൽ പാരീസ് അപ്രൈസിങ് മുന്നേറ്റം, അതിനു മുമ്പ് അറ്റ്ലാന്റയിലെ ബ്ലാക്സ് അവരുടെ റൈറ്റ്സിന് വേണ്ടി നടത്തിയ വലിയ പ്രശ്നം, എല്ലാം ചെറുപ്പക്കാരുടെ, അതായത് പ്രത്യേകിച്ച് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ഒന്നും സഹായമില്ലാതെ സ്വയംഭൂവായിട്ട് അല്ലെങ്കിൽ നൈസർഗിക സ്പോണ്ടേനിയസ് ആയിട്ട് മുമ്പോട്ട് വന്ന 60കളിൽ അതാണ്. 70കളിലാണെങ്കിൽ 74 ബീഹാറിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയെ വലിച്ചെറിഞ്ഞ എൻ്റെ തുടക്കമായി മാറിയ വിദ്യാർത്ഥി കലാപമുണ്ടായി. 79ൽ ആസാമിൽ വിദ്യാർത്ഥി കലാപമുണ്ടായി. പിന്നെ തുടർച്ചയായിട്ട് 89ൽ ടിയാനൻമെൻ സ്ക്വയർ, അതിന് നമ്മുടെ പിന്നീട് ആരബ് സ്പ്രിംഗ്. ഒരു കാരണവശാലും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് എവിടുന്നൊക്കെയോ മുളച്ചു പൊന്തിയ ഒരു വലിയ മുന്നേറ്റങ്ങളായിട്ട് ഇത് മാറിയത്. പക്ഷേ പിന്നെ തുടർന്ന് നമുക്ക് പറഞ്ഞ പോലെ ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ്, ന്യൂയോർക്കിലെ ഓക്യുപ്പൈ സമരങ്ങൾ തുടർച്ചയായിട്ട്, ഇതെല്ലാം നമ്മുടെ 60 നോക്കുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ ദശാബ്ദങ്ങളിലും ലോകത്തിൻ്റെ ഭാവനയെ പിടിച്ചടക്കിയ ഈ യുവജന മുന്നേറ്റങ്ങളുണ്ട്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ 70കളിൽ 74ന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായെന്നുള്ളത്. ഇത് എവിടെ എത്തിച്ചേരും എന്നൊക്കെ ഉള്ളത് പറഞ്ഞ പോലെ നമുക്ക് കാരണം ഈ നേരത്തെ പറഞ്ഞ സമരങ്ങളെല്ലാം ആ
ആ യുവാക്കളൊക്കെ പ്രായമായി പോവുകയോ അല്ലെങ്കിൽ അവർ വ്യവസ്ഥയുടെ കൂടെ ചേരുകയോ ഒക്കെ ചെയ്തതോടുകൂടി ആ സമരങ്ങൾ ആ കാലഘട്ടത്തിന്റെ സമരങ്ങളായിട്ട് മാറിയിട്ട് അതിന് തുടർച്ചയുണ്ടായില്ല. അത് എത്തിക്കും കൊണ്ടുവരും എന്ന് വിചാരിച്ച തരത്തിലുള്ള മൗലികമായ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. 68-ലെ പാരീസ് വിപ്ലവം വാസ്തവത്തിൽ മറ്റേതൊരു സമരത്തെക്കാട്ടിലും ആഗോളതലത്തിൽ വ്യാപിച്ചതെന്നാണ്. അമേരിക്കയില്, യൂറോപ്പില്, പിന്നെ ആഫ്രിക്കയില്, ഇതിവിടെ എല്ലാം ഒരേ സമയം പ്രാഗ് സ്പ്രിംഗ് പോലെ ഈ കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികൾക്കെതിരായ പ്രാഗ് സ്പ്രിംഗ് പോലെയുള്ള സമരം, ഇതെല്ലാം 68-ന് ശേഷം വന്ന ഇന്ത്യയിലെ നക്സലൈറ്റ് പ്രസ്ഥാനം, പാകിസ്ഥാനിലെ വിദ്യാർത്ഥി സമരം, ഇതെല്ലാം വലിയ വ്യാപകമായി ഒരേ സമയം, വലിയ അത്ഭുതകരമാണ്. ചരിത്രത്തിൽ ഒരേ സമയം ഇങ്ങനെയാണ് ഒരേപോലെ ചിന്തിക്കുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ള സമരമായിരുന്നു. പക്ഷെ അതിന്റെ നേതാക്കൾ പലരും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആയിരുന്ന അതിന്റെ എന്താ പറയുക, അതിന്റെ ചിന്തകരായിരുന്ന, അതിന്റെ ആവിഷ്കർത്താക്കളായിരുന്ന ഒരു പലരും വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകരായിട്ട് മാറി. റെജിസ് ദെബ്രെ പോലെയുള്ളവര് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഭാഗമായി, കോൺബെൻഡിറ്റിനെ പോലെ ഒരു യൂറോപ്യൻ പാർലമെന്റിലെ അംഗമായി മുഖ്യധാരാ ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അവരൊക്കെ പിന്തിരിപ്പനായി എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ആ കാലത്തെ റാഡിക്കൽ, പക്ഷെ ആ കാലഘട്ടത്തിന് അത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുകയും സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. ഒരുപക്ഷെ പരിമിതമായിരുന്നിരിക്കാം അതിന്റെ വിജയം. എങ്കിലും ആ കാലഘട്ടത്തിൽ ഒരു പുതിയ സാധ്യതകൾ തുറന്നു കാണിച്ചു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ജന്തർ മന്ദറിന്റെയും ഫലം ഇതെവിടെ എത്തും, ഇതിന്റെ സംഘടനാ രൂപം കട്ടി വരുമോ, ഇന്ത്യയിലെ വലിയ മാറ്റങ്ങൾ ഈ മന്ത്രി രാജിവെച്ചതിന് അപ്പുറത്തുണ്ടാകുമോ എന്നൊക്കെയുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് ഒരുപാട് തുറവികൾ സമ്മാനിച്ചു. ഇത് സാധിക്കും. മതത്തിന് എല്ലാത്തിനെയും ഭൂരിപക്ഷ മതത്തിന്റെ ലോജിക്ക് കൊണ്ട് പിന്നെ വൈറ്റ് വാഷ് ചെയ്തിരുന്ന ഒരു സമയമാണ്. എന്ത് തെറ്റ് വന്നാലും അത് നമ്മുടെ ആൾക്കാരല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മതമല്ലേ എന്ന് ധരിച്ചിരുന്ന, മതത്തിന്റെ അടിമകളായി മാറിയ ആണെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് മതവും ജാതിയും ഒന്നുമില്ലാതെ ഒരു ചെറുപ്പക്കാരായ ഒരു വലിയ സംഘം, ഒരിടത്തരക്കാരായിരിക്കാം, അവർ ചിലപ്പോൾ ഒരു ഹിന്ദുത്വയുടെ പിന്നെ അവരുടെ ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ നിന്ന് വന്നവരായിരിക്കാം. പക്ഷെ അതൊക്കെ അതിനെ കൂടുതൽ ഫലപ്രദമാക്കുകയാണ്, കൂടുതൽ അതിന് ഗ്രാവിറ്റി ഉള്ളതാക്കുകയാണ്. അങ്ങനെ ഒരു വലിയ മാറ്റമുണ്ടായി. പ്രധാനമായിട്ട് 3 കക്ഷികൾ അല്ലെങ്കിൽ 3 ഫോഴ്സസ് ആണ് അവിടെ പരാജയപ്പെട്ടത് ഇവരുടെ വിജയത്തിന്. ഒന്ന് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും BJP ഗവൺമെന്റും അതിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയവും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഫോഴ്സ്. 2 വാസ്തവത്തിൽ നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ വ്യവസ്ഥ മുഴുവൻ അവിടെ വാസ്തവത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. BJP മാത്രമല്ല അവിടെ പരാജയപ്പെട്ടത്, മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കഴിയാത്തത്, അവരങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാമൂഹ്യ യുവജന പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളത് കാണിക്കുന്നത് നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയുടെ ദൗർബല്യമോ ധൈര്യമില്ലായ്മയോ വീക്ഷണമില്ലായ്മയുടെയും കൂടെ തെളിവാണ്. ഒരു സംശയമില്ലാത്ത കാര്യം. അല്ലെങ്കിൽ പിന്നെ ആ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഈ നീറ്റിനെതിരെ സമരം ചെയ്യാം, പല രീതിയിൽ സമരം ചെയ്യും. പക്ഷെ അവിടെ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ വ്യവസ്ഥയും വലിയ രീതിയിൽ പുനർഭാവന ചെയ്യപ്പെടേണ്ട കാലമാണെന്ന് നമ്മളെ തെളിയിക്കുന്ന സംഭവമായി. 3ാമത് ഇവിടെ ഇതിനകം പറഞ്ഞ മാധ്യമങ്ങളുടെ സമ്പൂർണ്ണ മുഖ്യധാര എന്ന് വിളിക്കാമോ എന്നറിയില്ല. കാരണം ആ മുഖ്യധാരയിൽ നിന്ന് ഈ ലെഗസി മീഡിയ മാറിക്കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പത്രമാധ്യമ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അവരെ നിരാശപ്പെടുത്തേണ്ട താല്പര്യമില്ല. പക്ഷേ ഈ അച്ചടി മാധ്യമവും ടെലിവിഷനും വാസ്തവത്തിൽ നമ്മുടെ കാഴ്ചയുടെ അരികുകളിലേക്ക് മാറിപ്പോയിട്ട് ഏതാനും വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അഭിരുചികളിൽ വന്ന മാറ്റം, അതിനൊക്കെ അപ്പുറത്തെ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം, സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ്, അങ്ങനെ ബാഹ്യമായ ഒരുപാട് കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും. കാരണം ഓരോ കാലഘട്ടത്തിൻ്റെയും ടെക്നോളജി അനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ സ്ഥാപനങ്ങൾ മാറും. അതിലൊരു മാറ്റമാണ്, ഒരു വശത്ത് അത് ആ മാറ്റമാണ്. പക്ഷെ മറുവശത്ത് വളരെ ആഭ്യന്തരമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളാണ്. ഇപ്പം ഇന്ന് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രസ്റ്റ് നഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്ന് മാധ്യമങ്ങളാണ്, പ്രത്യേകിച്ച് പരമ്പരാഗത മാധ്യമങ്ങൾ. അതിൽ വലിയ പങ്ക് വഹിക്കുക. അവർ മാത്രമല്ല, പുതിയ മാധ്യമങ്ങൾക്കും ട്രസ്റ്റിന്റെ കാര്യത്തിൽ പിന്നിലാണ്. പക്ഷെ അവർ വളരെയധികം മുന്നിലാണ് റീച്ചിന്റെ കാര്യത്തിൽ.
പക്ഷേ ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിരന്തരം എന്നോണം ഇടിഞ്ഞു തകർന്നു പോയതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്ന് വിളിക്കാവുന്ന ഒരു ആണിയാണ് ഈ ജന്തർ മന്ദറിൽ ഉണ്ടായത്. അതോടുകൂടി ഈ പറഞ്ഞ പോലെ മുഖ്യധാരാ മാധ്യമങ്ങളെ അവഗണിക്കുകയല്ല, അവരെ ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഈ പരമ്പരാഗത മാധ്യമങ്ങളെ ഏതാണ്ട് അവസാനിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ലാത്ത പ്രഖ്യാപനമാണ്. അവരത് സ്വയം, നേരത്തെ പറഞ്ഞ പോലെ ആഭ്യന്തര ഘടകങ്ങളുണ്ട്. എങ്ങനെയാണ് ആഭ്യന്തര ഘടകങ്ങൾ? അവർ ഒരുപക്ഷെ മത്സരത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളായിരിക്കാം, അവർ കൂടുതൽ കച്ചവടത്തിലേക്ക് മാത്രം മാറുകയും മാധ്യമങ്ങളിൽ എന്താ പറയാ, മാധ്യമങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ദൗത്യങ്ങൾ അത് ഒക്കെ അവർ മറന്നു പോവുകയും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുമായിട്ട് മത്സരിച്ച് അതിൻ്റെ ഏറ്റവും മോശമായ ഭാഗങ്ങൾ അനുകരിക്കാനും ആരംഭിച്ചതോടുകൂടി ജനങ്ങൾക്ക് അവരെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഇതൊരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ രീതിയിൽ പൂർണ്ണമായിട്ടും റീഇൻവെന്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം ഇതുവരെയുള്ള പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങൾ ലോകമാകെയും ഇന്ത്യയും ഇന്ന് 1-ാം സ്ഥാനത്താണ്, ആദ്യത്തെ സോഴ്സ് എന്നുള്ള രീതിയിൽ. വിശ്വാസ്യത എന്ന് പറയുന്നത് തീർച്ചയായും വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ആവശ്യമാണോ എന്ന് പോലും ഇന്നത്തെ കാലത്ത് തർക്ക വിഷയമാണ്. കാരണം നിങ്ങൾക്ക് റീച്ച് മതി, നിങ്ങൾക്ക് റേറ്റിംഗ് മതി. റേറ്റിംഗ് ഉണ്ടാവും, പ്രചാരം ഉണ്ടാവും, പക്ഷെ വിശ്വാസ്യതയുണ്ടോ, നിങ്ങൾക്ക് ജനങ്ങളുടെ ആദരവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് കഴിഞ്ഞ, കാലഹരണപ്പെട്ട് കഴിഞ്ഞ ഒന്നായി നമ്മുടെ അച്ചടി മാധ്യമങ്ങളും പിന്നെ ടെലിവിഷൻ മാധ്യമങ്ങളും ഇതിനകം മാറിക്കഴിഞ്ഞു എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ലാത്ത കാര്യം. ഇനി എന്താണ് വരാൻ പോകുന്നത്? അവിടെ അഭിലാഷിന്റെ ഉത്തരം, തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ, പ്രൊഫസർ ശങ്കരൻ പറഞ്ഞ പോലെ, കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെയും സെക്യുലറിസത്തിന്റെയും പാരമ്പര്യത്തിന്റെ അവശിഷ്ടമായിട്ടുള്ള ചില ഗുണങ്ങൾ കൊണ്ടാവാം ഇന്നും കേരളത്തിന്റെ മാധ്യമങ്ങൾ താരതമ്യേന ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനെതിരായും ഈ പ്രത്യേകിച്ച് ജന്തർ മന്ദർ പോലെയൊരു സംഭവത്തിൽ ഏറ്റവും സജീവമായി, ഏറ്റവും ദീർഘമായി തന്നെ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാവാം. ഇതിൽ മാത്രമല്ല, ഭരണകൂട വിമർശനത്തിനായാലും ഇപ്പോഴും മത ശക്തികളോട് പൂർണ്ണമായിട്ടും എന്താ പറയുക കീഴടങ്ങാതെ നിലനിൽക്കുകയും ചോദ്യം ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റ്, എന്താ സ്പീക്ക് ട്രൂത്ത് ടു പവർ എന്ന് പറയുന്ന എല്ലാ കുഴപ്പങ്ങളും, ദൗർബല്യങ്ങളും, പക്ഷപാതങ്ങളും, മുൻവിധികളും ഒക്കെ നമുക്കുമുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾക്കുമുണ്ട്. പക്ഷേ മറ്റു സ്ഥലങ്ങളിലെ മാധ്യമങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും ആ ഒരു ചെറിയ അവശേഷിക്കുന്ന ചില തുരുത്ത് എന്ന് പറയുന്ന പോലെ പല ഗുണങ്ങളും അത് കേരളത്തിന്റെ മൊത്തമായ ചില ഗുണങ്ങൾ കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും കേരളത്തിന് ഉണ്ട് എന്നുള്ളതിനെ പറ്റി അഭിമാനകരമായ ഒരു കാര്യമാണ്. പക്ഷേ നേരത്തെ വെങ്കിടി പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആധിപത്യം വഹിച്ചാൽ അത് ജനാധിപത്യത്തിന് നല്ലതാണോ എന്നുള്ള ചോദ്യം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഇതിനകം വിവിധ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്, സോഷ്യൽ മീഡിയ ജനാധിപത്യത്തിന്റെ മുമ്പിൽ വലിയ വലിയ വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നു. അപ്പോൾ ഒരു വശത്ത് ജനാധിപത്യത്തിനെ ഒരർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ജന്തർ മന്ദറിൽ സോഷ്യൽ മീഡിയയുടെ റോൾ നമ്മൾ കാണുമ്പോഴും, മറുവശത്ത് അതൊരു വലിയ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പുതിയ ശക്തികളെ അഴിച്ചുവിടുന്ന ഒരു സ്വഭാവവും ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഇതിനകം ചർച്ചാ വിഷയമാണ്. നമ്മളത് കാണേണ്ടിയിരിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സമൂഹത്തിന്റെ ചില നിയന്ത്രണങ്ങളുണ്ട്, ചില നിയമങ്ങൾക്ക് ബാധകമാണ്, എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ആർക്കും എന്തും എവിടെയും എങ്ങനെയും പ്രചരിപ്പിക്കാവുന്ന ഒരു വലിയ ഫ്രീ ഫോർ ഓൾ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള മാറിക്കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ജനാധിപത്യത്തിന്റെ പല സ്ഥലത്തും ഏറ്റവും കൂടുതൽ ജനാധിപത്യ വിരുദ്ധം എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഡെസ്പോട്സ് എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിലൂടെ കടന്നു വന്ന അധികാരത്തിൽ ഏറുന്ന ഭരണാധികാരികളുള്ള രാജ്യത്തും ഈ ഭരണാധികാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമം സോഷ്യൽ മീഡിയയാണ്. മുഖ്യധാര മാധ്യമം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയും കൂടെ ട്രംപ് പറയുന്നുണ്ട്, യു ആർ ഫേക്ക് ന്യൂസ് ഏതോ പ്രധാനപ്പെട്ടത്, ഐ ഡോണ്ട് കെയർ. അങ്ങനെയാണ് അദ്ദേഹമാണ്, നരേന്ദ്രമോദിയും അതെ, മറ്റ് പ്രാദേശിക ഭരണാധികാരികളും അതെ, അവർക്കൊക്കെ സോഷ്യൽ മീഡിയ മതി. അവർക്ക് അല്ലെങ്കിൽ ഒരു മൻ കി ബാത്തോ അതുപോലത്തെ ട്രൂത്ത് സോഷ്യലോ ഇതുപോലെയുള്ള ഏകപക്ഷീയമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന മാധ്യമങ്ങൾ മതി.
അപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ പറ്റിയുള്ള ഈ മഹത്വവൽക്കരണം അത് എവിടെയാകണം, എവിടെ നിൽക്കണം, എവിടെയാണ് വര വരയ്ക്കേണ്ടത്? നിർഭാഗ്യവശാൽ പുതിയ ടെക്നോളജി ഒരു വരയും അനുവദിക്കുന്നതല്ല. ഇനി വരാൻ പോകുന്നത് AI സമയമാണ്. AI കൂടെ വരുമ്പോഴേക്കും യാതൊരു മനുഷ്യന് ഒരു തരത്തിലുള്ള മനുഷ്യന്റെ റോളും ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. ഈ ഏറ്റവും വലിയ രണ്ട് പ്രധാനപ്പെട്ട ഓപ്പൺ AIയുടെയും മറ്റേ പ്ലാറ്റ്ഫോമിന്റെയും രണ്ട് പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമിന്റെയും രണ്ട് AI ഏജന്റുകൾ അവര് പോലും അറിയാതെ അത് സോഷ്യൽ പബ്ലിക് മീഡിയയിൽ കയറി, ഇന്റർനെറ്റിൽ കയറി ഏതൊക്കെയോ സ്ഥാപനങ്ങളെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. മനുഷ്യന്റെ യാതൊരു പങ്കുമില്ലാതെ, യാതൊരു റോളുമില്ലാതെ. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എവിടെയാണ്, എന്താണ്, ഇതൊരു പാലാഴി മഥനം പോലെ കാളകൂടവും മാമൃതും എല്ലാം കലങ്ങി ഒഴുകി വരുന്ന ഒരു സമയമാണ്. അത് നമുക്ക് ചെയ്യാവുന്നത് ഇത് ജാഗ്രതയോടെ ഇതിനെ കാണുക. ഇതിനെ മുൻവിധികളല്ല, ഇതിൽ ഒരുപാട് കുഴപ്പങ്ങളും ഇതിലെല്ലാം പ്രയോജനങ്ങളും ഉണ്ടെന്ന ഒരു മാധ്യമ സാക്ഷരത അതാണ് ഈ മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉണ്ടാവേണ്ടത്. ഇത് പൂർണ്ണമായ ഒരു അനുഗ്രഹമോ പൂർണ്ണമായ ഒരു ശാപമോ രണ്ടുമല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കേണ്ട ഒരു മുന്നറിയിപ്പും ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ജന്തർ മന്ദറും അതിനുശേഷം നടക്കുന്നതും ഒക്കെ കാണിക്കുന്നതെന്നും കൂടെ എനിക്ക് പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം.